നമസ്കാരം. IDPWOA അഥവാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. ജില്ലാ പ്രസിഡന്റ് ചിറയൻകീഴ് പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗതം ജില്ലാ സെക്രട്ടറി സജികുമാറും മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം പെരുമ്പാവൂർ MK അഷറഫും ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് KG സൽമാഭായിയും നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സംസാരിച്ചത് വിഭു പെരപ്പൻകോടാണ്. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത് ജില്ലാ ട്രഷറർ സരിതയും കൃതജ്ഞത രേഖപ്പെടുത്തിയത് നിയുക്ത ജില്ലാ സെക്രട്ടറി ജയപാലൻ GKയുമായിരുന്നു. തദവസരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി IDPWO പ്രവർത്തകരെ IT മേഖലയിലെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ജില്ലാ ഭാരവാഹികളെ ഈ KG സൽമാഭായിയുടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇന്ന് ഈ സംഘടന കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമനിധി പോലെയുള്ള IT ക്ഷേമനിധിയിലേക്ക് നമ്മൾ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ക്ഷേമനിധി ആവശ്യമാണെന്ന് ഗവൺമെന്റ് മുന്നിൽ വെച്ചു. അത് സംസ്ഥാന ഗവൺമെന്റ് അത് IT സെക്ടറിലുള്ള ക്ഷേമനിധിയിലേക്ക് പെടുത്താമെന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ ഈ അംഗങ്ങളെ എല്ലാം IT മേഖല ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താമെന്ന് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഈ സംഘടന വഴി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സംഘടന കേരളത്തിലെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനമാണ് ഇപ്പോൾ പ്രസ് ക്ലബിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിൽ അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാണോ സംഘടനയുടെ സമാരാധ്യായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി KG സൽമാഭായി, സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ അഷറഫ് പെരുമ്പാവൂർ, സംഘടനയുടെ പ്രിയങ്കരനായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ സജീവ്, സംഘടനയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ അഡ്മിനും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ യാസർ അലാഫത്ത്, സംഘടനയുടെ പ്രിയങ്കരിയായ തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ശ്രീ സരിത, പ്രിയപ്പെട്ട IDPWOA സഹപ്രവർത്തകരെ, അതോടൊപ്പം ദൃശ്യ പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒന്ന് തൊട്ട് നന്നാക്കാൻ വേണ്ടി വന്നാൽ ചെറിയ തരത്തിൽ കൊടുക്കുന്ന 500 രൂപ ഇവിടെ കാണുന്നതല്ലേ, ഒന്ന് വന്ന് നോക്കിയാൽ മതി. അത് ഒന്ന് അഴിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അതിന് കൂടുതൽ വരും. പക്ഷെ നമുക്ക് കിട്ടുന്ന പൈസയോ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയുള്ള പൈസ എത്ര? അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രിന്റ് എടുക്കുകയാണ്. ചിലർ പ്രിന്റ് എടുക്കുന്നതിന് എന്തിനാണ് ഇത്രയും പൈസ? അതും ഈ മെഷീൻ കൂടെ അല്ലേ വരുന്നത്. എന്നാ പിന്നെ അത്രയും പൈസ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ എടുക്കുന്ന തൊഴില് അതിന്റെ വേതനം നമുക്ക് കിട്ടണം. ഏറ്റവും അധികം ആശങ്കയോടുകൂടി നമ്മളത് കാണുന്ന ഒരു വസ്തുതയില്ല. അതേറെ ആശങ്കയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇതൊരു വലിയ സമ്മേളനം എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒരുപാട് അംഗസംഖ്യയൊന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ്. വളരെ അടുത്ത കാലത്ത് ആരംഭിച്ച വളരെയേറെ അംഗസംഖ്യയൊന്നും ഇല്ലാത്ത ഒരു സംഘടനയാണ്. പക്ഷെ ആ ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ പോലും
ലഹരി ഉപയോഗത്തെ കുറിച്ച്, അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗത്തെ കുറിച്ച് ഒരു ക്ലാസ് വയ്ക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഈ വിഷയം നമ്മുടെ നാടിന്റെ സർവ്വതല സ്പർശിയായി മാറിയിട്ടുണ്ട് എന്നതിന് സൂചനയാണ്. ഈ സംഘടനയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2022 തൃശ്ശൂർ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഈ സംഘടന ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിലും ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 5000-ഓളം മെമ്പേഴ്സ് ഇന്ന് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുണ്ട്. നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതെല്ലാം തന്നെ ശ്രദ്ധാപൂർവം പരിഗണിക്കാം എന്നുള്ളൊരു മറുപടി അതാത് ഭാഗങ്ങളിൽ വകുപ്പുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പ്രിയപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം 1-2 കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഫസ്റ്റ് ഈ ഓൺലൈൻ സ്ഥാപനങ്ങളെല്ലാം തന്നെ വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അധികം വേസ്റ്റൊന്നും ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകാറില്ല. അപ്പൊ അത് കൃത്യമായി നമ്മൾ ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു മറുപടി ലഭ്യമായിട്ടുണ്ട്. അത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിക്കും. ഈ തുക ഒരു സ്ഥാപനത്തിൽ നിന്ന് 100 രൂപ നൽകാനുള്ളത് കുറയ്ക്കാനുള്ള ഒരു അവകാശം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും അതനുസരിച്ച് സംസ്ഥാനത്ത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ സംഘടനയുടെ കത്തുകളും സർക്കാരിന്റെ കത്തിന്റെ കോപ്പിയും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നാളിതുവരെ അത് വരട്ടെ ആലോചിക്കാം എന്നുള്ളൊരു മറുപടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികളിൽ നിന്ന് സംഘടനയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ കെഫോൺ, അതായത് ഈ നാളിതുവരെ ഓൺലൈൻ ഫോട്ടോസ്റ്റാറ്റ് കടകള് അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥാപനങ്ങൾ കേരളത്തില് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നാളിതുവരെ യാതൊരുവിധ സൗജന്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റ് ഭാഗത്ത് ഈ മേഖലയിലേക്ക് ലഭിച്ചിട്ടില്ല. സംഘടന ആവശ്യപ്പെട്ടിരുന്നു BPL കാർഡിന് താഴെയുള്ളവർക്ക് ഇന്റർനെറ്റ് സൗജന്യമായി നൽകുന്ന സാഹചര്യത്തിൽ BPL അതായത് കെയർഫോൺ കണക്ഷനുകൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്ന് ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാമെന്നുള്ള മറുപടി ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്ന് സ്പീഡാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ക്ഷേമനിധി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്ന് പീഡിക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായി പിന്നീട് IT വെൽഫെയർ ബോർഡിലേക്ക് മാറ്റാമെന്നൊരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ പീഡിക തൊഴിലാളി ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ IT വെൽഫെയർ ബോർഡിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗങ്ങളാക്കി മാറ്റാനുള്ള ഒരു സാധ്യത വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മളെ പ്രഥമ ജില്ലാ സമ്മേളനം 14 ജില്ലകളിൽ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. നാളെ ഇടുക്കി ജില്ലയിലാണ്. അത് കഴിഞ്ഞാൽ 16-ാം തീയതി വയനാട് ജില്ല, അത് കഴിഞ്ഞാൽ 19-ാം തീയതി എറണാകുളം ജില്ല, 26-ാം തീയതി തൃശ്ശൂർ ജില്ല, 27 കൊല്ലം ജില്ല, അങ്ങനെ എല്ലാ ജില്ലകളിലും സമ്മേളനം നടത്തി. അടുത്ത മെയ് 10-11 തീയതികളിൽ കൽപ്പറ്റയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നമ്മളുടെ പ്രിയപ്പെട്ട സംഭവം, അതായത് വളരെ ശക്തമായ രീതിയിൽ പ്രകടനം സമ്മേളനം 3 ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നത്. അതിന്റെ പ്രഥമ ജില്ലാ സമ്മേളനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ആരാരും സഹായിക്കാനില്ലാതെ, രാഷ്ട്രീയമില്ലാതെ എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും കൂടിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷന് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മളെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയങ്കരനായ മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.
സംവിധാനം നമുക്ക് കാണാൻ കഴിയും. കേരളമല്ല, കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും BPL അല്ലാത്ത ഒരാളിന് റേഷൻ കാർഡുമില്ല. ഇതുപോലെ തന്നെയാണ് ഓരോ മേഖലകൾ. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കും കടന്നു. അപ്പം അതുകൊണ്ട് സർക്കാർ പല വിധത്തിലുള്ള സംരക്ഷണ പദ്ധതികളിൽ നിന്ന്, സഹായ പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറുന്ന ഒരു ഘട്ടമാണ് രാജ്യത്തിൻ്റെ പൊതുവെ. സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുന്നത് നിൽക്കുക, അല്ലെങ്കിൽ അവൻ ഭരിക്കുക എന്നുള്ളതിന് വേറെ വാക്കാണ് പറയുന്നത്. നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുന്നു, ഇല്ലാത്തവർ സമൂഹത്തിൽ ഒന്നുമല്ലാതായി മാറും. അത്തരം ഒരു കാലഘട്ടത്തിൽ ക്ഷേമ പദ്ധതികൾ, ക്ഷേമനിധികൾ ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്ക് ആശ്വാസം പകരുക, ദുർബല ജനതയെ കൂടെ നിർത്തുക, സംരക്ഷിക്കുക, ഇതൊക്കെയാണ് കേരളത്തിലെ ഗവൺമെന്റ് അതിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാൻ, ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ, അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന എല്ലാ നടപടികളും ഉണ്ടാകുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം, പ്രഥമ ജില്ലാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞു, ജില്ലാ സമ്മേളനം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒരു വസ്തുവാണ് ഫോട്ടോസ്റ്റാറ്റ്. അതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഓർക്കുന്നത്. അന്ന് ഫോട്ടോസ്റ്റാറ്റിന് 3 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ റേറ്റ് കൂടുതലാണ്. നമുക്ക് 1 രൂപ ഉള്ളിടത്ത് പോയി എടുക്കാം പറഞ്ഞ് ട്രെയിനിൽ പോയ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി. അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ എത്രയോ രൂപ ചെലവാക്കി. നമ്മുടെ മെമ്പർമാർക്ക് വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ മെമ്പർമാർക്ക് നമ്മുടെ ഒരു 300 രൂപ മെമ്പർഷിപ്പ് എടുത്ത് വരുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് ഫിസിക്കലായിട്ട് എടുത്ത ആൾക്കാരാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മെമ്പർഷിപ്പ് റെസീപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് കയറാം. അല്ലെങ്കിൽ എടുക്കാത്ത ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ന്യൂ മെമ്പർ എന്നുള്ള രീതിയിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കയറാം. അതിനകത്ത് തന്നെ മെമ്പർഷിപ്പ് പുതുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ യൂസ്ഫുൾ ലിങ്ക്സ് ആണ്. യൂസ്ഫുൾ ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ അതായത് നമുക്ക് പുതിയതായിട്ട് വരുന്ന എല്ലാ അപ്ഡേഷൻസും ഞങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടെ നമ്മൾ ഒരു പോസ്റ്റർ കൂടെ ഡിസൈൻ ചെയ്ത് നമ്മൾ വെക്കാറുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സേവാസ് കൊടുത്താൽ നമ്മൾ ആ ഇട്ടിരിക്കുന്ന പോസ്റ്റർ അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന പോസ്റ്റർ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം. ജോയിന്റ് സെക്രട്ടറി ബോബി അബ്രഹാം, ജോയിന്റ് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. നെയ്യാറ്റിന്റെ മേഖലയിൽ നമ്മുടെ അംഗം കൂടിയായ രാജകുമാർ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ അങ്ങനെ സംബന്ധിച്ച് നമ്മുടെ
ക്ലാസ്മേറ്റാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ് എന്നെ ചുമതലയിലേക്ക് വെക്കരുത്. കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നിന് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചെറിയ താലൂക്ക് സെക്രട്ടറിയാണ്. പിന്നെ മാധ്യമ പ്രവർത്തനം നമ്മുടെ മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ സപ്പോർട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. വരും കാലങ്ങളിൽ എങ്ങനെ പോകുന്നുള്ളത് എനിക്ക് സപ്പോർട്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. എനിക്ക് കൃതജ്ഞത പറയേണ്ടത് പ്രത്യേകിച്ച് പ്രസന്നകുമാറിനോടും നമ്മുടെ സജികുമാറിനോടും സരിത എന്ന കുട്ടിയോടുമാണ് ശരിക്കും കൃതജ്ഞത പറയുന്നത്. കാരണം ഇന്നലെ വരെയും അവർ ഇതിൻ്റെ പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയിൽ പ്രസിഡന്റ് സെക്രട്ടറി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത് ആ സംഘടനയിലെ ഓരോ വ്യക്തി ഓരോ അംഗങ്ങളും വളരെ ആത്മാർത്ഥമായും വളരെ കൃത്യതയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ സംഘടന വിജയിക്കുള്ളൂ. അല്ലാതെ ആ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ട് അയാൾ ചെയ്യട്ടെ, നമ്മൾ സമയമാകുമ്പോൾ തന്നെ കമ്മിറ്റിയിൽ നിന്ന് അവരെ വിമർശിക്കാം. അങ്ങനെയുള്ള ധാരണകളെല്ലാം സംഘടന പ്രവർത്തിക്കേണ്ടത്. ഇന്ന് ഇത്രയും ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ഈ സജികുമാർ വട്ടപ്പാറ ആ പയ്യനെ ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കുന്നു. കാരണം അത്രയധികം കുട്ടി വേദനിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അത് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ജില്ലാ സംഘടനയിൽ വന്നു ചേർന്ന എല്ലാ സംസ്ഥാന ജില്ലാ താലൂക്ക് മേഖലാ അംഗങ്ങളെയും ഞാൻ എൻ്റെ പേരിൽ ഈ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.